നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നത് ഡീലിന്റെ ഭാഗമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കടക്ക് പുറത്ത് എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ടാകില്ലെന്നും സണ്ണി ജോസഫ്. ചെറുവാഞ്ചേരിയിൽ പോലീസുകാരന്റെ വീട്ടിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ 5 ദിവസത്തിനകം പ്രതികൾ പിടിയിൽ. കൂത്തുപറമ്പ് ACP സിബി ടോം, കണ്ണവൻ CA സുമിത് കുമാർ എന്നിവർ നടത്തിയത് പഴുതടച്ച അന്വേഷണം. ചെണ്ടയാട് മാവിലേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ തെരുവുനായക്കൂട്ടം ആക്രമിച്ച സംഭവം പ്രദേശത്ത് ആശങ്കയുണർത്തി. ജീവൻ പണയം വെച്ച് ഓടി രക്ഷപ്പെടുന്ന 2ാം ക്ലാസ്സുകാരിയുടെ CCTV ദൃശ്യങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് കണ്ട് നാട്ടുകാർ. തലശ്ശേരി തലായ് ഹാർബറിന് സമീപം ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. 150 കിലോയോളം ഭാരമുള്ള ഡോൾഫിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നത് ഡീലിന്റെ ഭാഗമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പ്രധാനമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും സംസാരിക്കുന്നില്ല. ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും ഇപ്പോൾ ആവിയായിപ്പോയി. കടത്തുപുറത്ത് എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ടാകില്ലെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്കെതിരായും ഇന്ത്യ രാജ്യത്ത് ശക്തമായി പ്രതിഷേധിക്കുന്ന, പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേരള മുഖ്യമന്ത്രി ആവർത്തിച്ച് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ CPM BJP ബന്ധത്തിന് വേണ്ടി തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും പ്രധാനമന്ത്രിക്കെതിരെ ഒരു അക്ഷരം പറയാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ നിലപാട് CPM കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് CPM സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ വോട്ട് ചോദിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ BJPക്കെതിരായി ശക്തമായി പ്രസംഗിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 30-ലധികം കേസുകൾ, 36 കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ചെറുവാഞ്ചേരിയിൽ പോലീസുകാരന്റെ വീട്ടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 5 ദിവസത്തിനകം പ്രതികൾ പിടിയിൽ. കൂത്തുപറമ്പ് ACP സിബി ടോം, കണ്ണവൻ CA സുമിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ 5 ദിവസത്തിനകം പിടിയിലായത്. ഇക്കഴിഞ്ഞ 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണവം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ UP അർജുന്റെ ചെറുവാഞ്ചേരി പൂവത്തൂരിലെ വീട്ടിന് നേരെയാണ് ബോംബേറ് നടന്നത്. മാർച്ച് 19-ന് അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. കോളയാട് സ്വദേശി K രാഹുൽ, മുഴക്കുന്ന് സ്വദേശി P ജിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിബി ടോം, കണ്ണവൻ CI സുമിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 5 ദിവസത്തിനകം പ്രതികളെ പിടികൂടിയത്. അർദ്ധരാത്രി 12:40ഓടെയാണ് ഉഗ്രവലിപ്പമുള്ള ബോംബ് വീട്ടിന്റെ വരാന്തയിൽ പതിച്ചത്. സംഭവ സമയം അർജുനും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ വീട് തന്നെ തകർന്ന് വൻ ദുരന്തം നടന്നേനെ. അത്രയും വലിപ്പമുള്ള സ്റ്റീൽ ബോംബാണ് എറിഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ബോംബിന്റെ കാലപ്പഴക്കമാണ് പൊട്ടാതിരിക്കാൻ കാരണമായത്. ബൈക്കിലെത്തിയ 2-അംഗ സംഘമാണ് ബോംബ് എറിഞ്ഞതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. മുഖംമൂടി ധരിച്ച് നമ്പർ പ്ലേറ്റ് മറച്ച ബൈക്കിൽ 2 പേർ പോകുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവർ നൽകിയ വിവരങ്ങളും CCTV ദൃശ്യങ്ങളും പ്രതികളെ പിടികൂടാൻ സഹായകമായി. ചെണ്ടയാട് മാവിലേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ തെരുവുനായക്കൂട്ടം ആക്രമിച്ച സംഭവം പ്രദേശത്ത് ആശങ്കയുണർത്തി. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം. ജീവൻ പണയം വെച്ച് ഓടി രക്ഷപ്പെടുന്ന കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രമേ കാണാനാവൂ. ചെണ്ടയാട് മാവിലേരി തവക്കൽ ഹൗസിൽ നാസറിൻ്റെ മകൾ ആയിഷ ഫർഹയാണ് ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരിയായ ആയിഷ ഫർഹ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് തെരുവ് നായക്കൂട്ടം ആക്രമിച്ചത്. കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് ഉമ്മയടക്കമുള്ളവർ ഓടിയെത്തിയതോടെ നായകൾ പിൻവാങ്ങുകയായിരുന്നു.
അക്രമത്തിൽ കുട്ടിയുടെ വസ്ത്രങ്ങൾ നായക്കൂട്ടം കടിച്ചു കീറിയെങ്കിലും ശരീരത്തിൽ ഒരു പോറൽ പോലും സംഭവിക്കാതിരുന്നത് അത്ഭുതകരമായ രക്ഷപ്പെടലായി മാറി. സംഭവം പ്രദേശത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചു. അതേസമയം അത്ഭുതകരമായ രക്ഷപ്പെടലിനെക്കുറിച്ച് കുഞ്ഞായിഷയുടെ വാക്കുകൾ ഇങ്ങനെ. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ കുറേ നായ്ക്കള എൻ്റെ ബാക്കിൽ ഓടി. അപ്പോൾ എൻ്റെ യൂണിഫോം കടിച്ച് പിടിച്ച്. അപ്പോൾ എൻ്റെ കൈമല്ല സഞ്ചി ആട്ടി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എത്ര നായ്ക്കളോടെ? കുറേ നായ്ക്കൾ. ഫസ്റ്റ് 2 നായി, പിന്നെ കുറേ നായി. തലശ്ശേരി തലായ് ഹാർബറിന് സമീപം ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. ഏകദേശം 150 കിലോയോളം ഭാരമുള്ള ഡോൾഫിന്റെ ജഡമാണ് രാവിലെ 7 മണിയോടെ കരക്കടിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോൾഫിന്റെ ജഡം വൈകിട്ടോടെ സംസ്കരിച്ചു. തലശ്ശേരി തലായ് ഹാർബറിന് സമീപമാണ് 150 കിലോയോളം തൂക്കം വരുന്ന ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ സീ റെസ്ക്യൂ ഗാർഡ് പി രഞ്ജനാണ് കടലിൽ ഒഴുകി നടക്കുകയായിരുന്ന ഡോൾഫിന്റെ ജഡം കണ്ടത്. ഉടൻ കണ്ണൂർ ഫിഷറീസ് വിഭാഗത്തിന് വിവരമറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ മാർഗപ്രവർത്തകൻ ബിജിലേഷ് കോടിയേരിയും രഞ്ജനും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കടലിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ ഡോൾഫിനെ കയർകെട്ടി കരയിൽ ബന്ധിച്ചു. രാവിലെ ഇവിടെ 7 മണിക്ക് വന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡോൾഫിൻ്റെ ഇത് അടിഞ്ഞത് കാണുന്നത്. അന്നേരം തന്നെ കണ്ണൂർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് വിവരം അറിഞ്ഞു. ഡെപ്യൂട്ടി ഡയറക്ടറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഡയറക്ടർക്ക് ആ വീഡിയോ അയച്ചു കൊടുത്ത് അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് വിവരം പറയുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ വിജിലേഷ് എന്ന് പറഞ്ഞാൽ അവരെയാണ് ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അവർ വന്ന് ഇവിടെ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത് ഒഴുകിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനും വിജിലേഷും കൂടിയിട്ട് റോപ്പ് കെട്ടിയിട്ട് ആ കരയിലേക്ക് അടുപ്പിച്ചിട്ട് വെച്ചു. പിന്നെയാണ് പറഞ്ഞത് കണ്ണവത്തുനിന്ന് ആൾക്കാർ ഇപ്പോൾ വരും, വന്നു കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് എല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞു. തലശ്ശേരി വെറ്റിനറി ഡോക്ടർ ബിന്ദു പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ ഡോൾഫിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. കണവം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ CK മഹേഷ്, തോലമ്പ്ര ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് കുമാർ, ബീറ്റ് ഓഫീസർമാരായ K ഷൈജു, CK രതീഷ്, C സത്യൻ എന്നിവരും നേതൃത്വം നൽകി. വൈകിട്ടോടെ കടൽ തീരത്ത് കുഴിയെടുത്ത് ഡോൾഫിനെ സംസ്കരിച്ചു. കണ്ണൂരിനെ ഞെട്ടിച്ച് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 29 ഗ്രാം MDMA-യുമായി 6 അംഗ സംഘത്തെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത്. ദേശീയപാതയിൽ വളപട്ടണത്തിനടുത്ത സ്വകാര്യ റെസിഡൻസിയിൽ വെച്ചാണ് 29 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശികളായ K മുബഷിർ, KM ഷനാദ്, കുളച്ചേരി പള്ളിപ്പറമ്പ് സ്വദേശി MK മുഹമ്മദ്, ചേലേരി സ്വദേശി CP മുഹമ്മദ്, കാസർഗോഡ് സ്വദേശികളായ ബേക്കൽ ഫോർട്ടിലെ K അബ്ദുൽ നാസർ, മുളിയാർ അമ്മാങ്കോട്ടെ B മുഹമ്മദ് ഷബീർ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ സിറ്റി ഡാൻസ് ഓഫ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വളപട്ടണം SI BR അരുണിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അജിത്ത്, മഹേഷ് കുമാർ, നവീൻ, ശരത്ത്, KV മഹേഷ്, MK പ്രബീഷ്, K ബിനു എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കൂത്തുപറമ്പ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ജയന്തി രാജന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നു. ചൊവ്വാഴ്ച രാവിലെ കല്ലിക്കണ്ടി NIM കോളേജിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂത്തുപറമ്പ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ജയന്തി രാജന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ശക്തമായി തുടരുന്നു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും നേരിൽ കണ്ടുമുട്ടിയുള്ള പ്രചരണമാണ് പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ കല്ലിക്കണ്ടി NIM കോളേജിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. വിദ്യാർത്ഥികളും അധ്യാപകരുമായും ആശയവിനിമയം നടത്തിയ ജയന്തി രാജൻ വിദ്യാഭ്യാസ മേഖലയിലെ വികസനവും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമാക്കി. കൂത്തുപറമ്പിനെ ഒരു സമാധാനമുള്ള ഒരു മണ്ണാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ തലങ്ങളിലേക്ക് കൂത്തുപറമ്പിനെ ഉയർത്തിക്കൊണ്ട് വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഒപ്പം വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായി സൂപ്പി സാഹിബ് MLA ആയിരിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയ വികസനങ്ങളാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളൂ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. മറ്റ് സാമൂഹ്യ മേഖലകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിടത്തോളം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ നിന്നെല്ലാം ഒരു മോചനം കൂത്തുപറമ്പിനുണ്ടാവണം. കൂത്തുപറമ്പിന് വലിയൊരു വിജയം ഉണ്ടാവണം, ഒരു വലിയ വികസനം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. ഇവിടെ യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ട് ഒരുപാടുണ്ട്. സഹോദരിമാർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കൽ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ പുരോഗതി എന്നിവ മുൻനിർത്തിയാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ജയന്തി രാജൻ പറഞ്ഞു. പര്യടനത്തിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രവർത്തകരുടെ ആവേശകരമായ പങ്കാളിത്തം പ്രചരണത്തിന് ഊർജം പകരുന്നതായാണ് ജയന്തിയുടെ വിലയിരുത്തൽ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ UDF മികച്ച വിജയം കൈവരിക്കുമെന്ന് നേതാക്കളും പ്രവർത്തകരും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. നേതാക്കളായ PPA ഹമീദ്, R അബ്ദുള്ള മാസ്റ്റർ, സമീർ പറമ്പത്ത്, CH മൂസഹാജി, KP മൂസഹാജി, അടിയോട്ടിൽ ഇബ്രാഹിം, ഇസ്മയിൽ പട്ടാടം, TP മുസ്തഫ, TM നാസർ, കാട്ടൂർ മുഹമ്മദ്, M സുബൈർ, സക്കീന തെക്കയിൽ, നസീമ ചാമാളിയതിൽ, ഷിബിന, അർഷിത എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. മറ്റു വാർത്തകളിലേക്ക്. ഒരുപാട് പീഡിപ്പിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്ത നേതാവാണ് കാരായി രാജനെന്ന് നോവലിസ്റ്റ് എം മുകുന്ദൻ. ഇത്രയേറെ വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. തലശ്ശേരി പേൾവ്യൂ റീജൻസിയിൽ നേരിനൊപ്പം കാരായിക്കൊപ്പം സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മുകുന്ദൻ. എനിക്ക് കാരായി രാജൻ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. കാരണം എൻ്റെ ദിവസം തുടങ്ങുന്നത് കാരായി രാജനിലാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളുണ്ടാകും വാട്സപ്പിലും പിന്നെ ഇമെയിലൊക്കെ. അത് നോക്കാൻ വേണ്ടി ഞാൻ രാവിലെ മൊബൈൽ തുറക്കുമ്പോൾ ആദ്യം കാണുക കാരായി രാജനായി എനിക്ക് അയച്ച കവിതകളാണ്. 4 വരി കവിതകൾ. അത് എത്ര മാസങ്ങളായി മുടങ്ങാതെ എല്ലാ ദിവസവും 4 വരി കവിതകൾ എനിക്ക് എൻ്റെ മൊബൈലിൽ അയച്ചിട്ടുണ്ടാവും. അത് പിന്നെ പലരും പോയതാണ്. വിജയലക്ഷ്മി എഴുതായിരിക്കാം, പി കുഞ്ഞിരാമൻ നായർ എഴുതായിരിക്കാം, ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതായിരിക്കാം. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ എനിക്ക് 4 വരി കവിതകൾ അയച്ചു തരുന്ന ഒരു മനുഷ്യനെത്തി. എനിക്ക് മാത്രമല്ല എല്ലാ മലയാളികൾക്കും ഇങ്ങനെ കവിതകൾ അയക്കുക, ഞങ്ങളുടെ ജീവിതം കവിതാമയമാക്കുക, അതാണ് നമുക്ക് ആവശ്യം. എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് കാരായി രാജനിലൂടെയാണ്. രാവിലെ മൊബൈൽ ഫോൺ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് കാരായി രാജന്റെ 4 വരി കവിതകളാകും. പി കുഞ്ഞിരാമൻ നായർ, വിജയലക്ഷ്മി, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങി പലരുടെയും കവിതകൾ ഇങ്ങനെ എത്രയോ കാലമായി അയക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതം കവിതാമയമാക്കുകയാണ് ഇതിലൂടെ. കാരായി രാജന് വേണ്ടി പ്രവർത്തിക്കാമെന്നും കാരായിക്ക് കരുത്തു പകരാൻ തങ്ങളുമുണ്ടെന്നും എം മുകുന്ദൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥി കാരായി രാജൻ. അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പോസ്റ്റർ കണ്ട്, കരുത്തോടെ കാരായി, രാജൻ്റെ ഒരു പടവുമുണ്ട്, കരുത്തോടെ കാരായി എന്ന്. ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, കരുത്ത് നൽകാൻ ഞങ്ങൾ കരുത്ത് നൽകും. അതുകൊണ്ട് കരുത്തോടെ തന്നെ മുമ്പോട്ട് പോവുക. ഒട്ടും സന്ദേഹിക്കേണ്ട, ഒട്ടും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ അശോകൻ ചെരുവിൽ, ഡോക്ടർ കെ പി മോഹനൻ, സ്ഥാനാർത്ഥി കാരായി രാജൻ, ചലച്ചിത്ര നിരൂപകൻ വി കെ ജോസഫ്, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, ജി പി വേണുഗോപാലൻ, ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ശുക്ലി, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയകുമാർ, കഥാകൃത്ത് പത്മ രാമചന്ദ്രൻ, പുന്നൻ ചന്ദ്രൻ, യു ബ്രിജേഷ് എന്നിവർ സംബന്ധിച്ചു. ഒരു ഇടതുപക്ഷ സാംസ്കാരിക മേഖലയിൽ പുരോഗമന പക്ഷത്തു നിന്നുകൊണ്ട് പുരോഗമന പക്ഷത്തിൻ്റെ വിജയം ഉറപ്പുവരുത്താൻ മുൻകൈയെടുത്തിട്ടുള്ള ഈ കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാംസ്കാരിക നായകന്മാരെല്ലാം ഇവിടെ ഒത്തുചേർന്നു. അവരോടെല്ലാം ഒരുപാട് നന്ദി മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൂട്ട് മാർച്ച് നടത്തി. കല്ലിക്കണ്ടി മുതൽ പാറാട് ടൗൺ വരെയാണ് റൂട്ട് മാർച്ച് നടത്തിയത്. റൂട്ട് മാർച്ചിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് വ്യാപാരികൾ കുടിവെള്ളവും മധുരപലഹാരങ്ങളും എത്തിച്ചു നൽകിയത് മാതൃകാ കാഴ്ചയായി. (2026) നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പൊതുജനങ്ങളിൽ സുരക്ഷാബോധം ഉറപ്പാക്കുന്നതിനും ക്രമസമാധാനം നിലനിർത്തുന്നതിനുമായി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ്, കേന്ദ്രസേന സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. കല്ലിക്കണ്ടിയിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് പാറാട്ട് വരെ നീണ്ടുനിന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് IPS നിർദ്ദേശപ്രകാരമാണ് മാർച്ച് സംഘടിപ്പിച്ചത്.
പ്രാദേശിക പോലീസിനോടൊപ്പം BSF സേനയും പങ്കെടുത്തത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നതായി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സമാധാനപരവുമായി നടത്തുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരം റൂട്ട് മാർച്ചുകൾ നടത്തുന്നതെന്ന് അധികാരികൾ അറിയിച്ചു. റൂട്ട് മാർച്ച് പാറാട് സമാപിച്ചപ്പോൾ പ്രദേശത്തെ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധേയമായ മാതൃകാ പ്രവർത്തനവും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും നേതൃത്വത്തിൽ വ്യാപാരികൾ മാർച്ചിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. കനത്ത വേനൽച്ചൂടിൽ ദീർഘദൂര മാർച്ചിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് ഇത് വലിയ ആശ്വാസമായി. സുരക്ഷാ സേനയുടെയും പൊതുജനങ്ങളുടെയും ഏകോപിത സഹകരണം തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ സഹായകരമാണെന്നതിൻ്റെ മികച്ച ഉദാഹരണമായി മാറി. ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കുട്ടിപ്പത്രം പ്രകാശനവും നടത്തി. വിദ്യാർത്ഥികളിലെ കലാകായിക ശാസ്ത്രീയ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും വേണ്ടിയാണ് സൃഷ്ടി എന്ന പേരിൽ പഠനോത്സവം നടത്തിയത്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി 10 സെഷനുകളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വായനയുടെ വസന്തം, വരയുടെ ലോകം, മനോഹര കൈയെഴുത്ത്, ഓർമ്മ പരിശോധന, അഭിനയ വിസ്മയം, കഥാപ്പെട്ടി, കുട്ടിശാസ്ത്രജ്ഞൻ, ഒറിഗാമി, നാടൻ കളികൾ, പോർട്ട്ഫോളിയോ പ്രദർശനം, ആക്ഷൻ ഗെയിംസ്, ചെയിൻ സ്റ്റോറി തുടങ്ങി വിവിധ പഠന പ്രവർത്തനങ്ങളും രചനാ ക്യാമ്പ് ഉൾപ്പെടെ വ്യത്യസ്ത തലങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ വാർത്തകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ കുട്ടിപ്പത്രം പ്രകാശനവും സൃഷ്ടി സമാപന പരിപാടിയും പാനൂർ BPC K. സിമ്മി ഉദ്ഘാടനം ചെയ്തു. ആ തരത്തിലുള്ള ഒരു പഠനോത്സവമാണ് ഇവിടെ നടന്നത്. അതിനുശേഷം അത് ക്ലാസ് തലത്തിൽ നടന്നു, അതും നടന്നു കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ തല പഠനോത്സവമാണ്. ആ സ്കൂൾ തല പഠനോത്സവം നമുക്ക് വേണമെങ്കിൽ സ്കൂളിൽ വെച്ച് തന്നെ നടത്താം. എന്നാൽ അതൊരു സ്കൂൾ വാർഷികമല്ല സ്കൂൾ പഠനോത്സവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്കൂൾ പഠനോത്സവത്തിന് ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ സ്കൂളിന്റെ ചുറ്റളവിലുള്ള ഏതെങ്കിലും പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് നമുക്ക് പഠനോത്സവം നടത്താൻ കഴിയും. അപ്പൊ ഇങ്ങനെ പഠനോത്സവങ്ങൾ നടത്തി വരുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടിയെ സ്കൂളിൽ അയച്ചത് കൊണ്ട് ആ കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തൊക്കെ ശേഷികൾ നേടിയിട്ടുണ്ട് എന്ന് രക്ഷിതാവിന് കൃത്യമായി ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് പഠനോത്സവം നടത്തുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പഠനോത്സവത്തിലൂടെ നേടിയ ശേഷികൾ. നമ്മൾ പഠനോത്സവത്തിലൂടെ എല്ലാം ശേഷികൾ നേടിയത്. ഒരു വർഷം സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികൾ ശേഷികൾ നേടിയത്. ആ ശേഷികളാണ് പഠനോത്സവത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുത്തത്. KGG അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ MP വിനോദൻ ആമുഖ ഭാഷണം നടത്തി. അമൃതചന്ദ്ര, KV ലസിത, ദിനേശൻ മഠത്തിൽ, അബ്ദുള്ള പുത്തൂർ, പ്രജിഷ വാഴയിൽ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത ദിനങ്ങളിലായി നടത്തിയ വിവിധ പരിപാടികൾക്ക് അധ്യാപകരായ KV ലസിത, വൈഷ്ണവ്, K. നീതു, സിയ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്നേഹവിരുന്നും ഒരുക്കി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പഠന പ്രവർത്തനങ്ങൾ ഒരു വർഷം ഉടനീളം കുട്ടികൾ നേടിയെടുത്ത ശേഷികളെ, പഠന പ്രവർത്തനങ്ങളെ വളരെ സർഗാത്മകമായി എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ സർഗാത്മകമായി ഒരു സൃഷ്ടി എന്ന പഠനോത്സവം സംഘടിപ്പിക്കുകയും അതിൽ കുട്ടികളുടെ എല്ലാ ശേഷികളും പഠന നെട്ടൂർ കുന്നോത്ത് ബാലത്തിൽ ഗൗരിവിലാസം ജൂനിയർ ബേസിക് സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. നേത്രപരിശോധനയിൽ 200ഓളം പേർ പങ്കെടുത്തു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ കലാകായിക മത്സരങ്ങൾ നടത്താൻ സ്വാഗത സംഘം കമ്മിറ്റി തീരുമാനിച്ചു.
തലശ്ശേരി നിയോജക മണ്ഡലം UDF കൺവെൻഷൻ നടന്നു. മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. KPCC ട്രഷറർ VA നാരായണൻ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ വിശ്വാസമാണ്, ആ ജനങ്ങളുടെ സ്നേഹവും പ്രതീക്ഷയുമാണ് ഐക്യ ജനാധിപത്യമുള്ള സമ്പത്ത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഇനിയുള്ള 14 ദിവസക്കാലം നമുക്കെല്ലാം ഒറ്റക്കെട്ടായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം UDFിൻ്റെ പ്രവർത്തനം, നമുക്കറിയാം ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും രണ്ട് മക്കളുമുള്ള ഒരു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അച്ഛനും അമ്മയും മക്കളുമുള്ള ഒരു അണുകുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് അതിനേക്കാൾ വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളാണ് നമുക്ക് ഇവിടെ. ആ മുസ്ലിം ലീഗിനും കോൺഗ്രസിനകത്തും ഉള്ള ആളുകൾ ജനാധിപത്യപരമായി മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ യുഗത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് മുന്നോട്ട്. 2 സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കും. സ്ഥാനാർത്ഥികളെ തുലനം ചെയ്യണം. ഇന്ന് പ്രിയപ്പെട്ട ശ്രീ സാജുവിന് ഒരു മുഖപുലയുടെ ആവശ്യമാണ്. വെണ്ണൻ കോളേജിൽ ഒരു KSU പ്രവർത്തകനായി തുടങ്ങി. കേരള വിദ്യാർത്ഥികളുടെ സമര പോരാട്ടങ്ങളിൽ തീക്ഷ്ണമായ പോരാട്ടങ്ങളിൽ നേതൃത്വം നൽകി ഞങ്ങളെല്ലാം തൊട്ട് ജൂനിയറായി വെണ്ണൻ കോളേജിൽ ഞങ്ങൾക്ക് ശേഷം കടന്നു വന്ന കേരള വിദ്യാർത്ഥികളുടെ നേതാവായിരുന്നു N. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ VN ജയരാജ്, സജീവ് മാറോളി, AK ആബൂട്ടി ഹാജി, ഷാനിദ് മേക്കുന്ന, MP അരവിന്ദാക്ഷൻ, ബഷീർ ചെറിയാണ്ടി, അഡ്വക്കേറ്റ് ഷുഹൈബ്, സുലൈമാൻ കിഴക്കയിൽ, K ഖാലിദ് മാസ്റ്റർ, CKP മമ്മു, അഡ്വക്കേറ്റ് CG അരുൺ, പാലക്കൽ സാഹിർ, ആര്യ ഹുസൈൻ, K സുരേഷ്, സ്ഥാനാർത്ഥി KP സാജു എന്നിവർ സംസാരിച്ചു. നടന്ന കൺവെൻഷനുകളിലെല്ലാം ആളുകൾ പോയ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ പോസിറ്റീവായാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1000കണക്കിന് ആളുകളെ ഈ കഴിഞ്ഞ 2, 3, 4 ദിവസങ്ങളായി ഒരു 1000കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായാലും മറ്റുള്ളവരായാലും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോയാൽ എത്രയോ അനുഭവങ്ങൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മരിച്ചുപോയ പ്രിയപ്പെട്ട KP ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക രാത്രിയാണ് എത്തുക, അധികവും പുലർച്ചെയൊക്കെയാണ് അല്ലെ ജനായിട്ട 2 മണിക്കൊക്കെയാണ്, പുലർച്ചെയാണ് എത്തുക. അദ്ദേഹം പാട്യം കൊട്ടിയോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോ ആ വണ്ടി തടഞ്ഞ് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് രാത്രി 11 മണി. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ അനുഭവമാണ്. പന്ന്യന്നൂർ ടൗണിൽ അദ്ദേഹത്തിന്റെ വാഹനം തടയാൻ ശ്രമമുണ്ടായി. അത്രയും രാഷ്ട്രീയമായ അന്ധതയുള്ള ഒരു നാട്ടിൽ, സ്ഥാനാർത്ഥികളോട് വളരെ മോശമായി പെരുമാറുന്ന നാട്ടിൽ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
ന്യൂ ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റും നിരൂപകനും മാധ്യമപ്രവർത്തകനുമായിരുന്ന തായാട്ട് ശങ്കരൻ അനുസ്മരണവും നാടുമാസ്റ്റർ സ്മാരക അവാർഡ് വിതരണവും നടത്തി. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോസ്മോപൊളിറ്റൻ ഹാളിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. കോസ്മോപൊളിറ്റൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രാധാന്യമുള്ള പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. പറയാൻ വിചാരിക്കും. ജീവിതകാലത്തിൽ ഒരു വലിയ പങ്ക് അധ്യാപകനായിട്ടാണ് ജീവിച്ചത്. ഒരു ഹൈസ്കൂൾ അധ്യാപകനായിട്ട് കോഴിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് തുടങ്ങി. താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊകേരി അധ്യക്ഷത വഹിച്ചു. NP നാടുമാസ്റ്ററുടെ സ്മരണക്കായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ മികച്ച ലൈബ്രറി പ്രവർത്തകനുള്ള അവാർഡ് നേടിയ KM കരുണാകരനെയും മികച്ച ലൈബ്രറിയനുള്ള അവാർഡ് ലഭിച്ച PV ജനാർദ്ദനനെയും കേശവാർഡും ശില്പവും നൽകി ചടങ്ങിൽ ആദരിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ NP നാടുമാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം P കരുണാകരൻ സംസാരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് V പ്രദീപൻ, NV രമേശൻ, A സുധൻ എന്നിവർ സംബന്ധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി O നിതീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി പുരോഗമിക്കുന്നു. കൊളശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് തലശ്ശേരിയിൽ സമാപിച്ചു. കൊളശ്ശേരി, വാവാച്ചിമുക്ക്, നമ്പ്യാർപീടിക, ചിറക്കക്കാവ്, എടത്തിലമ്പലം എന്നിവിടങ്ങളിൽ നടന്ന പ്രചരണ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. ഓരോ കേന്ദ്രത്തിലും പ്രവർത്തകരും നാട്ടുകാരും ആവേശപൂർവ്വം സ്ഥാനാർത്ഥിയെ വരവേറ്റു. വികസനവും അടിസ്ഥാന സൗകര്യങ്ങളുടെയും മെച്ചപ്പെടുത്തലുമാണ് പ്രധാന അജണ്ടയെന്ന് സ്ഥാനാർത്ഥി O നിതീഷ് വിവിധ യോഗങ്ങളിൽ വ്യക്തമാക്കി. മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പര്യടനം മേലോട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര സന്നിധിയിൽ സമാപിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. തലശ്ശേരി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ പാലിയേറ്റീവ് സേവനങ്ങൾക്ക് തുടക്കം. AVK നായർ റോഡിലെ ടെലി ഷോപ്പിംഗ് സെന്ററിലാണ് പരിപാടികൾ നടന്നത്. ടെലി ഷോപ്പിംഗ് സെന്റർ ഡയറക്ടർ വറ്റോത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകൾക്ക് സൗജന്യ പരിശോധന നടത്തി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന ഷിജിന ബിജു, A ബിജി എന്നിവർ നേതൃത്വം നൽകി. സൗജന്യ ഫിസിയോതെറാപ്പി സേവനവും ഉടൻ തന്നെ ആരംഭിക്കും. ആശ്രയ ഫൗണ്ടർ വിമൽ T വിൽസൺ സ്വാഗതവും ആശ്രയ സെക്രട്ടറി V സാജൻ നന്ദിയും പറഞ്ഞു. നമ്മൾ തലശ്ശേരിയിൽ തുടങ്ങാൻ പോകുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സർവീസ് നമ്മളിപ്പം ഓൾറെഡി 11 വർഷത്തിന് മേളിലായി നമ്മുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കോഴിക്കോട് നമ്മൾ റണ്ണിങ്ങിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അത് നമ്മൾ കൂടുതൽ സൗകര്യത്തോടു കൂടി കണ്ണൂരും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ണൂരുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ. പന്തക്കൽ മൂലക്കടവിലെ KC പെട്രോളിയം 1ാം വാർഷികത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാന പദ്ധതിയുടെ ഭാഗമായുള്ള നറുക്കെടുപ്പ് നടന്നു. പന്തക്കൽ SI തമിഴരസൻ ബമ്പർ നറുക്കെടുപ്പ് നിർവഹിച്ചു. നിരവധി പ്രമുഖർ നറുക്കെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. SI A തമിഴരസൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു.
എസ്ഐമാരായ രവീന്ദ്രൻ, വി കെ സുജിത്ത് എന്നിവരും പങ്കെടുത്തു. KL58AL 0408 വാഹനമുടമ പി രജീഷ് ഒന്നാം സമ്മാനമായ സ്കൂട്ടറിന് അർഹനായി. 2ഉം 3ഉം സമ്മാനങ്ങളായ ടിവികൾക്ക് KL58L 3144 വാഹനമുടമ എം മിഥുനും KL58K 7910 വാഹനമുടമ ഷിനോദും അർഹരായി. പ്രോത്സാഹന സമ്മാനങ്ങളുടെ നറുക്കെടുപ്പ് പമ്പിലെത്തിയ മറ്റ് വാഹന ഉടമകൾ നിർവഹിച്ചു. വിക്രമൻ ടി മാനേജിംഗ് ഡയറക്ടർമാരായ KC മുസ്തഫ, ജാസിം മുസ്തഫ എന്നിവരടക്കം നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നത് ഡീലിന്റെ ഭാഗമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കടക്ക് പുറത്ത് എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ടാകില്ലെന്നും സണ്ണി ജോസഫ്. ചെറുവാഞ്ചേരിയിൽ പോലീസുകാരന്റെ വീട്ടിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ 5 ദിവസത്തിനകം പ്രതികൾ പിടിയിൽ. കൂത്തുപറമ്പ് ACP സിബി ടോം, കണ്ണവൻ CA സുമിത് കുമാർ എന്നിവർ നടത്തിയത് പഴുതടച്ച അന്വേഷണം. ചെണ്ടയാട് മാവിലേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ തെരുവുനായക്കൂട്ടം ആക്രമിച്ച സംഭവം പ്രദേശത്ത് ആശങ്കയുണർത്തി. ജീവൻ പണയം വെച്ച് ഓടി രക്ഷപ്പെടുന്ന 2ാം ക്ലാസ്സുകാരിയുടെ CCTV ദൃശ്യങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് കണ്ട് നാട്ടുകാർ. തലശ്ശേരി തലായ് ഹാർബറിന് സമീപം ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. 150 കിലോയോളം ഭാരമുള്ള ഡോൾഫിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.